ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാം സിങ്വി കമ്മിറ്റിയാണ്. എന്താണ്? എല്ലാം സിങ്വി കമ്മിറ്റിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എല്ലാം സിങ്വി കമ്മിറ്റി 1986 പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് കൂടുതൽ ഉന്നമനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിങ്വി കമ്മിറ്റി. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ഉയർച്ചയും ഉന്നമനവും പുതുജീവനും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിങ്വി കമ്മിറ്റി. ഏത് വർഷം? 1986. ഏത് ഗവൺമെൻറ്? രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിങ്വി കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്? എല്ലാം സിങ്വി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷനായിരുന്നു പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് എല്ലാം സിങ്വി കമ്മിറ്റിയാണ്. 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിങ്വി കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്? എല്ലാം സിങ്വി കമ്മിറ്റിയാണ് പറഞ്ഞത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്ന്. രണ്ടാമതായിട്ട് എന്താണ്? ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിനും കൂടുതൽ പ്രവർത്തനക്ഷമതയുണ്ടാവുന്നതിനും വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം. എന്താണ്? എല്ലാം സിങ്വി കമ്മിറ്റി പറഞ്ഞത് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ പ്രവർത്തനക്ഷമതയുള്ളതാകുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് എല്ലാം സിങ്വി കമ്മിറ്റി. അതുപോലെ തന്നെ എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആര് പറഞ്ഞു? എല്ലാം സിങ്വി കമ്മിറ്റി പറഞ്ഞു. എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറഞ്ഞത് ആരാണ്? എല്ലാം സിങ്വി കമ്മിറ്റിയാണ്. 1986 കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് നിയമിച്ചത്. അതോടൊപ്പം വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് എന്താണ്? ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും എല്ലാം സിങ്വി കമ്മിറ്റി പറഞ്ഞു. എന്താണ്? വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും എല്ലാം സിങ്വി കമ്മിറ്റി പറഞ്ഞു. ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണമെന്ന് എല്ലാം സിങ്വി കമ്മിറ്റി പറയുന്നുണ്ട്. എന്താണ്? എല്ലാം സിങ്വി കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. അപ്പം നമുക്ക് മൊത്തത്തിൽ എല്ലാം സിങ്വി കമ്മിറ്റിയെ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിങ്വി കമ്മിറ്റി. ഏത് വർഷം? 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിങ്വി കമ്മിറ്റി. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് എന്താണ്? ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം എന്ന് പറഞ്ഞത് ഏത് കമ്മിറ്റിയാണ്? എല്ലാം സിങ്വി കമ്മിറ്റിയാണ് പറഞ്ഞത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണം. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്? ഗ്രാമപഞ്ചായത്തുകളെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവിടുത്തെ ഓരോ ജനങ്ങളുടെയും പങ്കാളിത്തം വേണം. ഗ്രാമപഞ്ചായത്തുകളിൽ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഏറ്റവും വലിയ സോഴ്സ് എന്താ? ഗ്രാമസഭകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമസഭകൾക്ക് പ്രാധാന്യം നൽകണം എന്നാണ് എല്ലാം സിങ്വി കമ്മിറ്റി പറഞ്ഞത്. അതോടൊപ്പം എന്താ? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണം. എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആര് പറഞ്ഞു? എല്ലാം സിങ്വി കമ്മിറ്റി പറഞ്ഞു.
ഒപ്പം വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് എന്താണ് ന്യായപഞ്ചായത്തുകൾ സ്ഥാപിക്കണം. എന്താണ് വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് ന്യായപഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും എല്ലാം സിൻവി കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. എന്താണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. എന്താണ് സാമ്പത്തിക സ്രോതസ്സുകൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ, ഗ്രാമപഞ്ചായത്തുകൾക്ക് എന്താണ് അവർ കൂടുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റൂ, എല്ലാ ജനങ്ങളിലേക്കും എന്താണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റൂ. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരു ഇൻഡിപെൻഡൻസി ഫീൽ ചെയ്യണമെങ്കിലും എന്താണ് സാമ്പത്തിക സ്രോതസ്സുകൾ കൂടുതലായിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം എന്ന് എല്ലാം സിൻവി കമ്മിറ്റി പറയുന്നത്. കമ്മിറ്റി എന്നാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 1986 രാജീവ് ഗാന്ധി ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റിയാണ് എല്ലാം സിൻവി കമ്മിറ്റി. കമ്മിറ്റി പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം, പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു ജുഡീഷ്യൽ ട്രൈബ്യൂണൽ സ്ഥാപിക്കണമെന്നും ഗ്രാമസഭകൾക്ക് എന്താണ് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും അതോടൊപ്പം സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കണം എന്താണ് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നടത്തേണ്ടതെന്നും വില്ലേജുകളുടെ കൂട്ടങ്ങൾക്കായിട്ട് ന്യായപഞ്ചായത്തുകൾ സ്ഥാപിക്കണമെന്നും ഗ്രാമപഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം എന്നും ആര് പറയുന്നുണ്ട്? എല്ലാം സിൻവി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.